ഉമാ തോമസ് MLAക്ക് അപകടം സംഭവിച്ച കല്ലൂരിലെ നൃത്ത പരിപാടിയെക്കുറിച്ച് നമുക്കറിയാം. അതിന്റെ സംഘാടകർ മൃദംഗ വിഷനെ പൂട്ടാനൊരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്. മൃദംഗ വിഷനെതിരെ ഗുരുതരമായ പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നൃത്തസന്ധ്യയുടെ മറവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളെ എല്ലാം തള്ളുകയാണ് ഇപ്പോൾ മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ. കൃത്യമായ പരിശോധനകൾ നടത്താത്തതിനെ തുടർന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ പരിക്കേറ്റ MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ഈ പുതുവത്സര ദിനത്തിൽ നമുക്കൊരു ആശ്വാസമാണ്. നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. ഹാപ്പി ന്യൂ ഇയർ എന്ന് ഇന്ന് ഉമാ തോമസ് പറഞ്ഞു എന്ന വാർത്ത നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് കേട്ടത്. വളരെ വേഗം ഉമാ തോമസ് സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒരു കുടിസുമുറിയിൽ ഒരു മേശയും കസേരയുമുള്ളൊരു ഓഫീസ്, അതാണ് മൃദംഗം വിഷൻ. അവർക്കെങ്ങനെയാണ് 12,000 പേരെ ഉൾക്കൊള്ളിച്ച് നടി ദിവ്യ ഉണ്ണിയെ മുൻനിർത്തി ഒരു നൃത്തസന്ധ്യ നടത്താൻ സാധിച്ചത്? ആരാണ് ഈ മൃദംഗം വിഷന് പിന്നിലുള്ളത്? ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. 1200ഓളം നൃത്ത വിദ്യാർത്ഥികളാണ് ഗിന്നസ് റെക്കോർഡ് മോഹിച്ച് കലൂർ സ്റ്റേഡിയത്തിലെത്തിയത്. അവരെല്ലാം ഒറ്റയടിക്ക് പറ്റിക്കുകയായിരുന്നു മൃദംഗ വിഷൻ. 3500 മുതൽ 5000 രൂപ വരെ ഇവരിൽ നിന്ന് ഈടാക്കിയവർ കുടിവെള്ളം പോലും നൽകിയില്ലെന്ന ആക്ഷേപം. സുരക്ഷാ സംവിധാനങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. 4 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ, 12,000 സ്ത്രീകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് കുടിക്കുവാനോ അല്ലെങ്കിൽ പ്രാഥമിക വളരെ ദൂരത്തു നിന്ന് വന്ന ആളുകൾ വരെയാണ്, അന്യ രാജ്യങ്ങളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ഈ മൃദംഗനാഥ സംഘാടകർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്നാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഈ 12,000-ൽ പരം സ്ത്രീകളെ ശരിക്കും ഈ സംഘാടകര് ചൂഷണം ചെയ്യുകയായിരുന്നു സാമ്പത്തികമായിട്ട്. മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ്. കേസെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കൊച്ചി സിറ്റി പോലീസ് കടന്നിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ MD നികോഷ് കുമാർ, CEO ഷമീർ അബ്ദുൾ റഹീം, ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ, നികോഷ് കുമാറിന്റെ ഭാര്യ എന്നിവരെ പ്രതി ചേർത്താണ് കേസ്. എന്നാൽ ആരോപണങ്ങളെല്ലാം മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ നിഷേധിച്ചു. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ അനുമതിയും നമ്മൾ തേടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കിട്ടിയ സ്റ്റേജ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയേണ്ടത് GCD ആണ്. അങ്ങനെ സ്റ്റേജ് കെട്ടാൻ അവിടെ പെർമിഷൻ ഇല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് അവർ പറയണം. അതിൻ്റെ ഉന്നത ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളോട് പറയണം. GCD പോലത്തെ ഒരു സ്റ്റേഡിയം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. അത്രയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇറക്കിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടസ്റ്റൻസിനെ എത്തിച്ചത്. ഏത് അന്വേഷണ സംഘത്തിന് മുന്നിലും ഹാജരാവാൻ സന്നദ്ധനാണ്. ഈ പരിപാടി സാമ്പത്തിക തട്ടിപ്പ് ആണെങ്കിൽ ഈ പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ മാഷേ? സംഭവത്തിൽ കൊച്ചിൻ കോർപ്പറേഷനും നടപടികൾ ആരംഭിച്ചു. മതിയായ പരിശോധനകൾ നടത്തിയില്ലെന്ന കാരണത്താൽ ഹെൽത്ത് ഇൻസ്പെക്ടർ M നീതയെ സസ്പെൻഡ് ചെയ്തു. റവന്യൂ വിഭാഗത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് മേയർ നിർദ്ദേശവും നൽകി. ഉമാ തോമസിന് സംഭവിച്ച ഈ അപകടത്തിൽ പോലീസിനും GCDക്കും കൈകഴുകി മാറി നിൽക്കാനാവില്ല. അവരും ചില മറുപടികൾ പറയേണ്ടതുണ്ട്. ഒപ്പം ഈ മൃദംഗം വിഷൻ എന്ന തട്ടിക്കൂട്ട് സ്ഥാപനത്തെ പിടിച്ചുകെട്ടേണ്ടതും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. എത്ര വിശദീകരിച്ചാലും വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ പൂർണ്ണമായ വ്യക്തത, സുതാര്യത വരുന്നതുവരെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു അപകടം നടന്നു എന്നത് മാത്രമല്ല, ഇതിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ താല്പര്യക്കാർ ആരാണ്, അവരെങ്ങനെയാണ് ഇത് നടത്തിയത് എന്ന കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തു വരേണ്ടതാണ്. ആ അന്വേഷണം കൃത്യമായി നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.